ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് അവർലി അനാലിസിസ് പ്രോഗ്രാമിലെ ഒരു മെയിൻ സെക്ഷനായിട്ടുള്ള സിസ്റ്റംസിനെ കുറിച്ചാണ്, സിസ്റ്റം പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. എയർ സിസ്റ്റം പ്രോപ്പർട്ടീസ്. ഇതിപ്പോൾ നമുക്കൊരു സാമ്പിൾ ന്യൂ ഡിഫോൾട്ട് സിസ്റ്റം എടുക്കാം. അപ്പോൾ എയർ സിസ്റ്റം പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. അവിടെ ഇത്രയും ഏരിയാസ് ഉണ്ട്: ജനറൽ, സിസ്റ്റം കമ്പോണൻസ്, സോൺ കമ്പോണൻസ്, സൈസിങ് ഡാറ്റ, എക്യുപ്മെൻറ്റ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആപ്പിൽ സിസ്റ്റംസിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച്. ഫസ്റ്റ് ജനറൽ എയർ സിസ്റ്റം നെയിം, അതായത് ഏത് ലൊക്കേഷനിലാണോ നമ്മൾ ഇത് വയ്ക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ട്രെയിനിങ് റൂം 1, ട്രെയിനിങ് റൂം 1ലേക്കാണ് ഇത് വയ്ക്കുന്നത്. ട്രെയിനിങ് റൂം 1 എന്ന് പറഞ്ഞ് സിസ്റ്റം നെയിം കൊടുക്കുക. എക്യുപ്മെൻറ്റ് ടൈപ്പ്, ഏത് സൈസ് എക്യുപ്മെൻ്റ് ആണോ, റൂഫ് ടോപ്പ് ആണോ, പാക്കേജ് എ സി ആണോ, സ്പ്ലിറ്റ് ആണോ, ചിൽഡ് വാട്ടർ ആണോ, ടെർമിനൽ യൂണിറ്റ് ആണോ. ഇത് നമുക്ക് കൂടുതൽ അറിയണമെങ്കിൽ മെഷീൻസ് പഠിക്കണം. ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് അൺഡിഫൈൻഡ് കൊടുക്കാം. എയർ സിസ്റ്റം ടൈപ്പ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. CAV, സിംഗിൾ സോണ്, VAV, വേരിയബിൾ എയർ വോളിയം. CAV, VAV ഇങ്ങനെ രണ്ട് മെയിൻ ഐറ്റംസ് ആണുള്ള. സിംഗിൾ സോൺ CAV, പിന്നെ അതുപോലെ VAV, വേരിയബിൾ എയർ വോളിയം. CAV രണ്ട് ടൈപ്പ് ഉണ്ട്: സിംഗിൾ സോൺ, മൾട്ടി സോണ്, പിന്നെ VAV, വേരിയബിൾ എയർ വോളിയം. അങ്ങനെ ആ രണ്ട് ഐറ്റം CAV, VAVനെ കുറിച്ച് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എയർ സിസ്റ്റം ടൈപ്പ് രണ്ട് ടൈപ്പാണ് പ്രധാനമായിട്ടും. CAV, കോൺസ്റ്റന്റ് എയർ വോളിയം, ആൻഡ് വേരിയബിൾ എയർ വോളിയം. കോൺസ്റ്റന്റ് എയർ വോളിയം CAV, അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: സിംഗിൾ സോൺ, മൾട്ടി സോൺ. അതുപോലെ വേരിയബിൾ എയർ വോളിയം ഉണ്ട്. CAV, if the rate of flow of air through the duct system or space is always constant, then it is called CAV system. ഡക്ട് സിസ്റ്റം അല്ലെങ്കിൽ സ്പേസിലൂടെ ഉള്ള എയറിൻ്റെ ഫ്ലോ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെ പറയുന്നത് CAV സിസ്റ്റം എന്നാണ്, കോൺസ്റ്റന്റ് എയർ വോളിയം സിസ്റ്റം എന്നാണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്: ഒന്ന് സിംഗിൾ സോണും രണ്ടാമത്തത് മൾട്ടി സോൺ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. സിംഗിൾ സോൺ CAV എന്താണ്, മൾട്ടി സോൺ CAV എന്താണെന്ന് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓരോ പടങ്ങളുടെ അത് വെച്ചിട്ട് നമുക്കിത് നോക്കാം എന്താണ് CAV എന്ന്. ഇതാണ് ഇപ്പോൾ CAVയുടെ പിക്ചർ. 3 സ്പേസ് ഉണ്ട്: S1, S2, S3. സ്പേസ് 1ൽ 220 ലിറ്റർ പെർ സെക്കൻഡ് എയർ ഫ്ലോ വേണം. സ്പേസ് 2ൽ 330 ലിറ്റർ പെർ സെക്കൻഡ് എയർ ഫ്ലോ വേണം. സ്പേസ് 3ൽ 400 ലിറ്റർ പെർ സെക്കൻഡ് എയർ ഫ്ലോ വേണം. ഈ 3 സ്പേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 3 സ്പേസും ഒരേ സമയത്താണ് പ്രവർത്തിക്കുന്നത്. ഫോർ എക്സാമ്പിൾ രാവിലെ 10 തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെയാണ് 3 സ്പേസും പ്രവർത്തിക്കുന്നത്. അതുപോലെ ടെമ്പറേച്ചർ സെറ്റിംഗ് സെയിം ആയിരിക്കും. 3 സ്പേസിലെയും ടെമ്പറേച്ചർ ഫോർ എക്സാമ്പിൾ 24 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും 3 സ്പേസിലെയും ടെമ്പറേച്ചർ. അപ്പോൾ ഈ മെയിൻ മെഷീൻ, നമ്മുടെ മെയിൻ AC മെഷീൻ്റെ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ സ്പേസ് 1ൽ 1 ടൺ ഓഫ് റെഫ്രിജറേഷൻ കൂളിംഗ് വേണം. സ്പേസ് 2ൽ 1.5 ടൺ ഓഫ് റെഫ്രിജറേഷൻ. സ്പേസ് 3ൽ 2 ടൺ ഓഫ് റെഫ്രിജറേഷൻ. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ AC മെഷീന് 4.5 ടൺ ഓഫ് റെഫ്രിജറേഷൻ വേണം. 4.5 ടണ്ണിൻ്റെ AC ആയിരിക്കണം. 950 ലിറ്റർ പെർ സെക്കൻഡ് എയർ ഫ്ലോ അത് സപ്ലൈ ചെയ്യാൻ വേണം. ഓക്കെ, അതാണ് കോൺസ്റ്റന്റ് എയർ വോളിയം. അതിൽ തന്നെ സിംഗിൾ സോൺ, നമ്മൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന സിംഗിൾ സോൺ ഇതാണ് CAV സിസ്റ്റമാണ്. അടുത്തത് നമുക്ക് വേരിയബിൾ എയർ വോളിയത്തിനെ കുറിച്ച് നോക്കാം. സിംഗിൾ സോൺ അല്ലെങ്കിൽ CAV സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ എയർ വോളിയം എപ്പോഴും, അല്ലെങ്കിൽ എയർ ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ എയർ ഫ്ലോ റേറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അവിടെ എപ്പോഴും ഒരേ ഫ്ലോ മതി. 3 സ്പേസിലൂടെ എത്ര സ്പേസ് ഉണ്ട് അവിടെ കൂടെ എല്ലാം ഒരേ ഫ്ലോ ആയിരിക്കും. അതുകൊണ്ട് ഡക്റ്റിനകത്ത് വേറെ ആക്സസറീസോ ഒന്നും ഉണ്ടായിരിക്കില്ല അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ VAV സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ഇത് വേണ്ടി വരും. എന്താണ്, ഡക്റ്റിൻ്റെ അകത്ത് ഒരു ആക്സസറി വേണ്ടി വരും. എന്നാലേ നമുക്ക് അങ്ങോട്ടുള്ള എയർ ഫ്ലോ റേറ്റും ടെമ്പറേച്ചർ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്സസറി കാൾഡ് VAV ബോക്സ്. VAV ബോക്സ് എന്ന് പറഞ്ഞ ഒരു ആക്സസറി വെച്ചിട്ടാണ് നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. VAV അതുകൊണ്ട് ഈ ഒരു ഇത് വെച്ചിട്ട് VAV ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ
വേരിയബിൾ എയർ വോളിയം സിസ്റ്റത്തിൽ സ്പേസസിൻ്റെ ടെമ്പറേച്ചർ എയർ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് CAV എന്താണെന്ന് മനസ്സിലായി. സിംഗിൾ സോൺ CAV ഉണ്ടായിരിക്കും, മൾട്ടി സോൺ CAV ഉണ്ടായിരിക്കും. സിംഗിൾ സോൺ ആണെങ്കിൽ ഒരൊറ്റ സോണേ ഉണ്ടാവും. മൾട്ടി സോൺ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സോൺസ് ഉണ്ടായിരിക്കും. അതാണ് മൾട്ടി സോൺ CAV. ഓക്കെ, അപ്പോൾ എന്താണ് VAV? VAV എന്ന് വെച്ചാൽ ഇഫ് ദ റേറ്റ് ഓഫ് എയർ ഫ്ലോ ത്രൂ ദ ഡക്ട് ബ്രാഞ്ചസ് ഈസ് വേരിങ് ഇറ്റ് ഈസ് കോൾഡ് VAV സിസ്റ്റം. അത് നമുക്കൊരു പടത്തിൻ്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കാം. ഇതാണ് VAV സിസ്റ്റത്തിൻ്റെ പടം. 3 സ്പേസ് ഉണ്ട്, S1, S2, S3. 3 സ്പേസ്. ഓരോടത്തുള്ള എയർ ഫ്ലോ റേറ്റ് 220 ഈ സ്പേസിൽ, 330 ലിറ്റർ പെർ സെക്കൻഡ് സ്പേസ് 2-ൽ, 400 LPS സ്പേസ് 3-ൽ. പക്ഷേ ഈ VAV സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾ സ്പേസസ് ഡിഫറെൻറ്റ് വർക്കിംഗ് ടൈം ആയിരിക്കും, ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സെറ്റിംഗ് ആയിരിക്കും. എല്ലാ സ്പേസും, ഓരോ സ്പേസിൻ്റെ വർക്കിംഗ് ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അല്ലാതെ എല്ലാ സ്പേസും ഒരേ ടൈമിലല്ല വർക്ക് ചെയ്യണം. 10 തൊട്ട് 2 വരെ അല്ല വർക്ക് ചെയ്യുന്നത്. സ്പേസ് 1 വർക്ക് ചെയ്യുന്നത് 10 മണി തൊട്ട് 12 മണി. സ്പേസ് 2 വർക്ക് ചെയ്യുന്നത് 10 മണി തൊട്ട് 3 മണി വരെ. സ്പേസ് 3 വർക്ക് ചെയ്യുന്നത് 11 മണി തൊട്ട് 2 മണി വരെ. അപ്പോൾ 10 മണി മുതൽ 11 മണി വരെ സ്പേസ് 1-ഉം സ്പേസ് 2-ഉം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. സ്പേസ് 3 പ്രവർത്തിക്കൂല. അതിൻ്റെ അർത്ഥം 10 തൊട്ട് 11 മണി വരെ 220 + 330 എത്രയാണ്? 550 ലിറ്റർ പെർ സെക്കൻഡ് മാത്രമേ നമുക്ക് ഫ്ലോ ചെയ്യിക്കേണ്ട ആവശ്യമുള്ളൂ. ആ സമയത്ത് സ്പേസ് 3യുടെ അവിടെ ക്ലോസ്ഡ് ആയിരിക്കണം. 550 ലിറ്റർ പെർ സെക്കൻഡ് എയർ ഫ്ലോ റേറ്റ് വി ഹാവ് ടു ഫ്ലോ ത്രൂ ദ ബ്രാഞ്ചസ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. 10 മണി തൊട്ട് 11 മണി വരെ 400 ലിറ്റർ പെർ സെക്കൻഡ് നമ്മൾ ക്ലോസ് ചെയ്ത് വയ്ക്കണം. ആ 400 ലിറ്റർ പെർ സെക്കൻഡ് ഫ്ലോ ചെയ്യുന്ന ഡക്റ്റ് ബ്രാഞ്ച് ക്ലോസ് ചെയ്താണ് വയ്ക്കേണ്ടത്. അതാണ് വേരിയബിൾ എയർ വോളിയം സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് എയർ വോളിയം സിസ്റ്റത്തിൽ, അതായത് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഈ ഡക്റ്റ് ബ്രാഞ്ചസിൻ്റെ ഇടയിൽ ഒരു ആക്സസറീസും ഇല്ല. ആ കൂടെ ഒരു വോളിയം കൺട്രോൾ ഡാമ്പർ ഉണ്ടെങ്കിൽ ഉള്ളൂ, അല്ല വേറൊരു ആക്സസറീസ് നമ്മൾ വെച്ചിട്ടില്ല. പക്ഷേ വേരിയബിൾ എയർ വോളിയം സിസ്റ്റത്തിൽ ഓരോ ബ്രാഞ്ചിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ VAV ബോക്സ് എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻറ്റ് നമ്മൾ വെക്കുകയാണ്. VAV എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്, ഒരു കൈൻഡ് ഓഫ് സിസ്റ്റമാണ്. അതേപോലെ ഒരു ഡക്റ്റ് എക്യുപ്മെൻറ്റും കൂടെയാണ് VAV ബോക്സ് എന്ന് പറയുന്നത്. ഇൻ ഈച്ച് ഡക്റ്റ് ബ്രാഞ്ച് ബിഫോർ എൻ്ററിങ് ദ സ്പേസ് വി ഹാവ് ടു പ്രൊവൈഡ് എ VAV മെഷീൻ. VAV ബോക്സ് അല്ലെ VAV മെഷീൻ. VAV ബോക്സ് തന്നെത്താനെ അല്ല ഇരിക്കുന്നത്, അതിൻ്റെ കൂടെ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ട്. ഓക്കെ, VAV ബോക്സിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് നോക്കാം. ഇതാണ് VAV ബോക്സ്. VAV ബോക്സിന് ഒരു ഇൻലെറ്റ് ഉണ്ട്, അതുപോലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. അതുപോലെ ഡക്റ്റിൻ്റെ ഉള്ളിലായിരിക്കും ഇതിരിക്കുന്നത് VAV ബോക്സ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡക്റ്റ് വരും, പിന്നെ VAV ബോക്സ്, പിന്നെ ഈ ഔട്ട്ലെറ്റിൻ്റെ അവിടെ ഡക്റ്റ് പിന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു ഡാമ്പർ ഉണ്ടായിരിക്കും, പിന്നെ അതുപോലെ ആക്ച്വേറ്ററും കൺട്രോളറും ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ സ്പേസിലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വേറ്റർ, സെൻസർ. ഈ ആക്ച്വേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡാമ്പർ പ്ലേറ്റ്സ് ഫുള്ളി ക്ലോസ് ചെയ്യണോ, പാർഷ്യലി ക്ലോസ് ചെയ്യണോ, ഓപ്പൺ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഇതുപോലെ റീഹീറ്റർ ഉണ്ട്. റീഹീറ്റർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് VAV ബോക്സിൻ്റെ പാർട്സ്. ഇതും VAV ബോക്സ് തന്നെയാണ്. ബൈപ്പാസ് VAV, പ്രഷർ ഇൻഡിപെൻഡൻറ്റ് VAV, അങ്ങനെ 2 സൈസ് VAV ബോക്സുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. വേരിയബിൾ എയർ വോളിയം ബോക്സ്. പീപ്പിൾ ലിവിങ് ഫ്രം സ്പേസ് 1 വിൽ സ്വിച്ച് ഓഫ് ദ തെർമോസ്റ്റാറ്റ്. അതായത് ഈ പടം തന്നെ എടുക്കാം. സ്പേസ് 1-ൽ കയറുന്ന ആൾക്കാർ അവിടുത്തെ തെർമോസ്റ്റാറ്റ്, ഓരോ AC-ക്കും കൂടെ തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും, തെർമോസ്റ്റാറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങോട്ടുള്ള എയർ ഫ്ലോ ക്ലോസ് ആവുന്നു. സ്പേസ് 1-ലോട്ടുള്ള എയർ ഫ്ലോ ക്ലോസ് ആവുന്നു. VAV ബോക്സ് അത് സെൻസ് ചെയ്തിട്ടാണ് അങ്ങോട്ടുള്ള ഡാമ്പർ ക്ലോസ് ചെയ്യുന്നത്. ഡാമ്പർ ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആക്ച്വേറ്റർ. നമ്മൾ ഈ കണ്ടല്ല ആക്ച്വേറ്റർ, ഈ കണ്ട ആക്ച്വേറ്ററിൻ്റെ സഹായത്തോടു കൂടി സിഗ്നൽ എടുത്തതിന് ശേഷം ഡാമ്പർ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടുള്ള എയർ ഫ്ലോ റേറ്റ്, സ്പേസ് 1-ലോട്ടുള്ള എയർ ഫ്ലോ റേറ്റ് നിൽക്കുന്നു. അങ്ങനെ നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എയർ ഫ്ലോ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ
സഡനായിട്ട് ക്ലോസ് സംഭവിക്കുകയാണെങ്കിൽ ഡക്റ്റിനകത്തുള്ള പ്രഷർ ഒരുപാട് കൂടിപ്പോകും. അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് VAV box is adjusted by signals coming from thermostat. There are two types of VAV. അതിനു മുമ്പ് നമ്മൾ VAV ബോക്സ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രഷർ ഇൻഡിപെൻഡന്റ് VAV. ഈ ഇരിക്കുന്നത് ബൈപ്പാസ് VAV, മറ്റത് പ്രഷർ ഇൻഡിപെൻഡന്റ് VAV ആണ്. ഓക്കെ ഗൈസ്, അപ്പം VAV സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ എയർ ഫ്ലോ റേറ്റും കൺട്രോൾ ചെയ്യും തെർമോസ്റ്റാറ്റിന്റെ സഹായത്തോടു കൂടി. പിന്നെ VAV ബോക്സിനകത്ത് ഇത്രയും ഐറ്റംസ് ഉണ്ടായിരിക്കും: ഡാമ്പർ, പിന്നെ റീഹീറ്റർ, കൺട്രോളർ, ആക്ച്വേറ്റർ എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ there are two types of VAV systems. One is bypass VAV and second one is pressure independent VAV. അതാണ് ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഹോൾ ഉള്ളത് ബൈപ്പാസ് VAV. ആവശ്യമില്ലാത്ത എയറിനെ നമ്മൾ ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് ഓപ്പൺ സ്പേസിലേക്ക് വിടും. മീൻസ് ഫോൾ സീലിങ്ങിൻ്റെ പ്രദേശത്തോട്ട് കടത്തി വിടും. അതാണ് ഈ ബൈപ്പാസ് വഴി ഓർ ഈ ഹോൾ വഴി എക്സസ് എയറിനെ അല്ലെ അൺവാണ്ടഡ് എയറിനെ. അതേസമയം പ്രഷർ ഇൻഡിപെൻഡന്റ് VAV ആണ് ഇത്. ഇതിന് ഹോളും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ബോക്സ് ആയിരിക്കും. ഇത് എങ്ങനെ എയറിനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ, അൺവാണ്ടഡ് എയറിനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ, അത് വേറൊരു എക്യുപ്മെന്റ് വെച്ചിട്ടാണ്, വേറൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് വെച്ചിട്ടാണ്. അത് മെയിൻ AC മെഷീൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. എക്സസ് എയറിനെ നമ്മൾ കുറയ്ക്കുന്നത്. പ്രഷർ സെൻസ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? മെയിൻ മെഷീൻ്റെ RPM കുറയ്ക്കുന്നു. അങ്ങനെ പ്രഷർ പിന്നെ റെഡ്യൂസ് ആയിട്ട് ആവശ്യത്തിന് മാത്രം എയർ ഫ്ലോ റേറ്റ് സപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ, ഓക്കെ ഇത് തന്നെ VAV സിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്: ബൈപ്പാസ് VAV, പ്രഷർ ഇൻഡിപെൻഡന്റ് VAV. അതിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ വന്നിട്ട് VAVയിൽ ഇപ്പം സ്പേസ് 1 സ്പേസ് 2 10 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ സ്പേസ് 3 11 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്പേസ് 3യിലേക്ക് അപ്പം നമുക്ക് എയർ വേണ്ട. 10 തൊട്ട് 11 വരെ സ്പേസ് 3യിലേക്ക് വേണ്ട. അപ്പം 400 ലിറ്റർ പെർ സെക്കൻഡ് കോൺസ്റ്റന്റ് ആയിട്ട് ഈ മെഷീൻ പുറപ്പെടുവിക്കുമെങ്കിലും 950 ലിറ്റർ പെർ സെക്കൻഡ് മെഷീൻ കണ്ടിന്യൂസ്ലി സപ്ലൈ ചെയ്യുമെങ്കിലും നമുക്ക് 10 തൊട്ട് 11 വരെ സ്പേസ് 3യിലോട്ട് 400 ലിറ്റർ പെർ സെക്കൻഡ് വേണ്ട. അപ്പോൾ ആ 400 ലിറ്റർ പെർ സെക്കൻഡ് എന്നാലും മെയിൻ മെഷീനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ബൈപ്പാസ് VAV വെച്ചിട്ടാണെങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് എയർ ഈസ് ബൈപ്പാസ്ഡ് ത്രൂ ദ ബൈപ്പാസ് പോർട്ട്. ഈ മുകളിൽ കാണുന്ന ഹോളിലൂടെ 400 ലിറ്റർ പെർ സെക്കൻഡ് എയറിനെ പുറത്തേക്ക് തള്ളുന്നു. ഓക്കെ, how much amount of air is bypassed by the VAV, that much amount of air is taken as returned by the machine. എത്രത്തോളം എമൗണ്ട് ഓഫ് എയറിനെ ഈ മെഷീൻ ബൈപ്പാസ് VAV ബൈപ്പാസ് ചെയ്ത് പുറത്ത് കളയുന്നു, അത്രയും എമൗണ്ട് ഓഫ് എയറിനെ മെഷീൻ റിട്ടേൺ ആയിട്ട് എടുക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ ബൈപ്പാസ് വഴി അതിനെ പുറന്തള്ളുന്നു. മെഷീൻ അതിനെ റിട്ടേൺ ആയിട്ട് എടുത്ത് പിന്നെ ഈ ബൈപ്പാസ് VAV വഴി അത് പുറത്തോട്ട് പോകുന്നു. അതായത് ഇപ്പം ഈ ഡാമ്പർ ബ്ലേഡ്സ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ എയർ ഈ ഒരു ഭാഗത്തൂടെ പുറത്തോട്ടങ്ങ് സപ്ലൈ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻ ബൈപ്പാസ് VAV മെഷീൻ എയർ ഫ്ലോ റേറ്റ് വിൽ ബി ഓൾവേസ് കോൺസ്റ്റന്റ്. മെഷീൻ്റെ എയർ ഫ്ലോ റേറ്റിനെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മെഷീൻ എപ്പോഴും ഒരേ എയർ ഫ്ലോ റേറ്റ് തന്നെയായിരിക്കും സപ്ലൈ ചെയ്യുന്നത്. ബൈപ്പാസ് ഈസ് എ പ്രഷർ ഡിപ്പെൻഡൻറ്റ് സിസ്റ്റം. പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ദാറ്റ് ഈസ് വെൻ എവർ ദ പ്രഷർ വിത്തിൻ ദ ഡക്ട് ബ്രാഞ്ചസ് ആർ ഇൻക്രീസിങ്, എയർ ഫ്ലോ റേറ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. പ്രഷർ ഡക്റ്റിനകത്തൂടെയുള്ള പ്രഷർ കൂടുമ്പോഴത്തേക്ക് എയർ ഫ്ലോ റേറ്റും അതിനനുസരിച്ച് കൂടുന്നു. Let's say if 400 liter per second is not bypassed in bypass VAV, air pressure within the duct branches will increase. അതായത് ഇപ്പം 400 ലിറ്റർ പെർ സെക്കൻഡ് ബൈപ്പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
അത് പുറത്തോട്ട് തള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുന്നു. ഓക്കെ, ആ ഡക്റ്റ് ബ്രാഞ്ചസിലുള്ള പ്രഷർ കൂടിപ്പോകുന്നു. So we have to give a provision to bypass unused 400 liter per second to be bypassed above the fault ceiling. Other branches will have more airflow in the duct if we do not bypass the unused air. ബൈപ്പാസ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മറ്റ് ബ്രാഞ്ചസിലോട്ട്, ഇപ്പോൾ സ്പേസ് 2-ലോട്ടുള്ള ബ്രാഞ്ച് സ്പേസ് 1-ലോട്ടുള്ള ബ്രാഞ്ചിന് എയർ പ്രഷർ ഒരുപാട് കൂടിപ്പോകുന്നു. അതാണ് എൻ്റെ ഒരു പ്രശ്നം. ഇതൊരു ബൈപ്പാസ് VAV എന്ന് പറയുന്ന സിസ്റ്റം ഒരു പ്രഷർ ഡിപ്പെൻഡൻറ്റ് സിസ്റ്റമാണ്. അടുത്ത് നമുക്ക് പ്രഷർ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമായിട്ടുള്ള രണ്ടാമത്തെ VAV നോക്കാം. PIVAV ഓർ പ്രഷർ ഇൻഡിപെൻഡൻറ്റ് VAV സിസ്റ്റം. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ 3 സ്പേസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് 1, സ്പേസ് 2, സ്പേസ് 3. ഇതിൻ്റെ കൂടെ പ്രഷർ സെൻസേഴ്സും ഉണ്ട്. VAV ബോക്സ് along with the pressure sensors. Within the duct branch we will connecting pressure sensors. ആ പ്രഷർ സെൻസർ എന്ത് ചെയ്യും? ഓൾ പ്രഷർ സെൻസേഴ്സ് കണക്റ്റഡ് ടു ദ കൺട്രോൾ പാനൽ. എല്ലാ പ്രഷർ സെൻസറും കൺട്രോൾ പാനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ദ കൺട്രോൾ പാനൽ വിൽ ബി കൺട്രോളിംഗ് ദ RPM ഓഫ് AC ബ്ലോവർ ഫാൻ. നമ്മുടെ ഈ കാണുന്ന 4.5 ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ AC മെഷീൻ. അതിൻ്റെ അകത്തൊരു ബ്ലോവർ ഫാൻ ഉണ്ട്. പ്രഷർ സെൻസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതിന് പ്രഷർ ഇൻഡിപെൻഡൻറ്റ് VAV എന്ന് പറയുന്നത്. ഇത് പ്രഷറിനെ ബാധിക്കില്ല. ഇത് പ്രഷർ ബാധിക്കില്ല ഈ സിസ്റ്റത്തിൽ. മറ്റേ ബൈപ്പാസ് VAVയിലാണ് പ്രഷർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണത് വർക്ക് ചെയ്യുന്നത്. കൺട്രോൾ പാനൽ വിൽ ബി കൺട്രോളിംഗ് ദ RPM ഓഫ് AC ബ്ലോവർ ഫാൻ. ഈച്ച് ആൻഡ് എവറി ഡക്റ്റ് ബ്രാഞ്ച് വിൽ ഹാവ് എ ESP ഓർ എക്സ്റ്റേണൽ സ്റ്റാറ്റിക് പ്രഷർ ടു പ്രൊവൈഡ് ദ കറസ്പോണ്ടിങ് എയർ ഫ്ലോ റേറ്റ്. നമ്മൾ ESP കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ ബ്രാഞ്ചിൻ്റെ അവസാനത്തെ പാർട്ട് വരെയും എയർ ഫ്ലോ എത്തണമെങ്കിൽ എത്രത്തോളം പ്രഷർ ആ ബ്രാഞ്ചസിനകത്ത് ഉണ്ടായിരിക്കണം. എക്സ്റ്റേണൽ സ്റ്റാറ്റിക് പ്രഷർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് എക്സ്റ്റേണൽ സ്റ്റാറ്റിക് പ്രഷറിൽ കൂടുതൽ സെൻസ് ചെയ്യുകയാണെങ്കിൽ സെൻസർ എന്ത് ചെയ്യും? മെയിൻ AC മെഷീൻ്റെ AC ബ്ലോവർ ഫാനിൻ്റെ RPMനെ കുറയ്ക്കും. When the unused 400 liter per second is returned, the pressure within the duct branches will increase and ESP is also increased. If excess air is coming to the duct branches, the air pressure within the duct branch will increase. എക്സസ് ആയിട്ടുള്ള എയർ വരികയാണെങ്കിൽ എയർ പ്രഷർ ഡക്റ്റ് ബ്രാഞ്ചസിൻ്റെ അകത്തുള്ള എയർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. This will be sensed by the pressure sensor and the control panel will send the signal to the main machine AC blower fan. മെയിൻ മെഷീൻ്റെ AC ബ്ലോവർ ഫാനിലോട്ട് ആ സിഗ്നൽ കടത്തി വിടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? AC മെഷീൻ ബ്ലോവർ ഫാൻ ഈസ് കൺട്രോൾഡ് ബൈ എ VFD ഓർ VSD. അതെന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് VFD ഓർ VSD? ഗൂഗിൾ പോവുക. VFD VSD സിസ്റ്റം. ഓക്കെ, VSD എന്ന് വെച്ചാൽ വേരിയബിൾ സ്പീഡ് ഡ്രൈവ് അല്ലെങ്കിൽ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഇസ് എ ഡിവൈസ് ദാറ്റ് കൺട്രോൾസ് ദ സ്പീഡ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ. നമ്മൾ ഏറ്റവും വൈഡ്ലി കോമൺലി യൂസ് ചെയ്യുന്ന VFD ആണ്. വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ആണ്. അത് AC മെഷീൻസ് AC ഡ്രൈവ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് VSD വേരിയബിൾ സ്പീഡ് ഡ്രൈവ്സ് refers to either AC drives or DC drives. Vary the speed of AC motor by varying the frequency of the motor. നമുക്ക് കിട്ടുന്ന കറണ്ട് തന്നെയാണ് അതിൻ്റെ എക്സാമ്പിൾ. AC കറണ്ട് ആണെങ്കിൽ 230 watts 50 Hz ആ ഫ്രീക്വൻസിയെ കൺട്രോൾ ചെയ്ത് AC മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു. VSD റെഫറിങ് ടു DC മോട്ടോഴ്സ് വേരി ദ സ്പീഡ് ബൈ വേരിങ് ദ വോൾട്ടേജ് ടു ദ മോട്ടോർ. VFD ഫ്രീക്വൻസിയെ കൺട്രോൾ ചെയ്യുമ്പോൾ VSD DC മോട്ടോറിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്താണ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് എന്താണ് ഈ ഒരു ഫോട്ടോ കണ്ടല്ലോ, ഇതാണ് VSD വേരിയബിൾ സ്പീഡ് ഡ്രൈവ്. ഇത് VFD. എല്ലാ മോട്ടോറും ഇതുപോലെയുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേസിലും ഈ VAV സിസ്റ്റത്തിൽ ഈ മെയിൻ AC മെഷീൻ്റെ അകത്തെ ബ്ലോവർ ഫാൻ കൺട്രോൾ ചെയ്ത് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഇത് വെച്ചിട്ടായിരിക്കും. ഏത് വെച്ചിട്ട്? നമ്മുടെ VFD വെച്ചിട്ടായിരിക്കും. കാരണം ഇതൊരു AC മോട്ടോറാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. മെയിൻ മെഷീൻ്റെ അകത്ത് ഇരിക്കുന്ന AC മോട്ടോർ ആയതുകൊണ്ട് VFD വെച്ചിട്ട് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് വെച്ചിട്ടാണ് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, the AC machine blower fan is controlled by a VFD or VSD.
variable frequency drive, VSD variable speed drive. If the VFD or VSD will control the RPM of AC blower fan and adjust the RPM. The RPM will decrease the flow rate. RPM കുറഞ്ഞാൽ flow rate കുറയും. Air flow rate will also decrease. അതായത് RPM ഉം എയർ ഫ്ലോ റേറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. RPM കുറഞ്ഞാൽ VFD വെച്ചിട്ട് ഇതിൻ്റെ RPM കുറച്ചാൽ ഓരോ ബ്രാഞ്ചസിലൂടെ ഉള്ള എയർ ഫ്ലോ റേറ്റും കുറയുന്നു. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ കണ്ട ബൈപ്പാസ് VAVയും പ്രഷർ ഇൻഡിപെൻഡൻറ്റ് VAയുടെ മെയിൻ കൺസെപ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇതാണ് മെയിൻ കൺസെപ്റ്റ്. ഇൻ പ്രഷർ ഡിപെൻഡൻറ്റ് സിസ്റ്റം ഓർ ബൈപ്പാസ് VAV സിസ്റ്റം, ഈവൻ ഇഫ് പ്രഷർ ഇൻക്രീസസ് എയർ ഫ്ലോ റേറ്റ് വിൽ ഇൻക്രീസ്. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എയർ ഫ്ലോ റേറ്റും ഇൻക്രീസ് ചെയ്യും. ആ ഇൻക്രീസ്ഡ് എയർ ഫ്ലോ റേറ്റ് നമ്മൾ ബൈപ്പാസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇൻ പ്രഷർ ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം, ഈവൻ ഇഫ് ദ പ്രഷർ വിത്തിൻ ദ ഡക്റ്റ് ബ്രാഞ്ചസ് ഈസ് ഇൻക്രീസിങ്, by the help of pressure sensors, the required amount of airflow rate is maintained within the duct branches. How is it maintained? By adjusting the RPM of AC blower fan. Always required amount of airflow is maintained within the duct branches. Okay, അതാണ് അതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. അതെന്താന്ന് വെച്ചാൽ പ്രഷർ ഡിപ്പെൻഡൻറ്റ് VAV സിസ്റ്റത്തിൽ പ്രഷറിനെ സെൻസ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. കാരണം VAV ബോക്സിൻ്റെ അകത്ത് വേറെ സെൻസറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഒരു ഇതിൻ്റെ അകത്ത് വേറെ ആക്സസറീസ് ഒന്നുമില്ല. പക്ഷേ പ്രഷർ ഇൻഡിപെൻഡൻറ്റ് VAV കറക്റ്റ് ഒരു ബോക്സ് പോലെ, ക്ലോസ്ഡ് ബോക്സ് പോലെയാണ്. അതിൻ്റെ അകത്ത് ആക്ച്വേറ്റർ ഉണ്ട്, സെൻസർ ഉണ്ട്, എല്ലാം ഉണ്ട്. അതേസമയം പ്രഷർ ഇൻഡിപെൻഡൻറ്റ് VAV സിസ്റ്റത്തിൽ ബൈപ്പാസ് പോർട്ട് ഉണ്ടാവില്ല, ഓപ്പൺ സ്പേസ് ഇല്ല. ഒരു കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ബോക്സ് ആണ് പ്രഷർ ഇൻഡിപെൻഡൻറ്റ് VAV സിസ്റ്റം. നമ്മളിവിടെ കണ്ട സിംഗിൾ സോൺ സിസ്റ്റം, അതുപോലെ മൾട്ടി സോൺ സിസ്റ്റം എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, ഇവിടെ കണ്ട സിംഗിൾ സോൺ, മൾട്ടി സോൺ, ഇത് നമ്മൾ റിപ്പോർട്ട് ജനറേഷന് വേണ്ടി മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്പേസ് 1, സ്പേസ് 2, സ്പേസ് 3. ഇതിൽ സ്പേസ് 1, സ്പേസ് 2, സ്പേസ് 3 ഈച്ച് സ്പേസിനും സെപ്പറേറ്റ് ഹാപ്പ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സിംഗിൾ സോൺ ആണ് എടുക്കേണ്ട. ഓക്കെ, മൾട്ടി സോൺ ആണെങ്കിൽ എല്ലാത്തിനും കൂടെ ഒരു ഒറ്റ ഹാപ്പ് റിപ്പോർട്ടായിരിക്കും വരുന്നത്. സിംഗിൾ മെഷീൻ for space 1 and space 3. Okay, TR1 include a HAP report for each spaces, so we select CAV single zone. Zone 1 is zone S3, zone 2.5 ton of refrigeration. Zone 2 space 2, zone 3 space 4, space 5. അങ്ങനെയൊക്കെ ആയിരിക്കും മൾട്ടി സോൺ. അതായത് മൾട്ടി സോൺ എന്ന് വെച്ചാൽ ഇപ്പോൾ 2 സ്പേസ് ഒരൊറ്റ മെഷീൻ വെച്ചിട്ടാണ് AC സപ്ലൈ എങ്കിൽ അത് മൾട്ടി സോൺ ആയിരിക്കും. അതാണ് മൾട്ടി സോൺ CAVയുടെ പ്രത്യേകത. സിസ്റ്റം കമ്പോണൻറ്റ്സ്, വേരിയബിൾ വെന്റിലേഷൻ എയർ ഡാറ്റ. നമുക്ക് അടുത്ത സാധനം നോക്കാം. സിസ്റ്റം ഇത് ഇത്രേ ഉള്ളൂ. നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്പേസിൻ്റെ പേര് ട്രെയിനിങ് റൂം 1 അത് കൊടുക്കുക. എക്യുപ്മെൻ്റ് ടൈപ്പ് പാക്കേജ് ആണോ ചിൽഡ് വാട്ടർ ആണോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കൊടുക്കാം. അത് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. അപ്പം നമുക്ക് ചിൽഡ് വാട്ടർ കൊടുക്കാം. CAV സിംഗിൾ സോൺ ആണ്. നമ്പർ ഓഫ് സോൺ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. CAV അങ്ങനെ ആൻഡിഫൈഡ് ടെർമിനൽ റീഹീറ്റ് ആണ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് സോൺസ് വ്യത്യാസപ്പെടുത്താം. ഇത് 1 കൊടുക്കുക. CAV സിംഗിൾ സോൺ, ഒരു സോണേ ഉണ്ടായിരിക്കുള്ളൂ. അടുത്തത് സിസ്റ്റം കമ്പോണൻറ്റ്സ്. സിസ്റ്റം കമ്പോണൻറ്റ്സ് വെന്റിലേഷൻ എയർ ഡാറ്റ, ഈ കാണുന്ന എയർ ഫ്ലോ റേറ്റ്, എയർ ഫ്ലോ കൺട്രോൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമുക്ക് ഡിമാൻഡ് കൺട്രോൾഡ് വെന്റിലേഷനെ കുറിച്ച് പറയാം. ഷെഡ്യൂൾഡ് ഉണ്ട്, കോൺസ്റ്റൻ്റ് മതി. വെന്റിലേഷൻ സൈസിങ് മെത്തേഡ് എന്താണ്? നഷറയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് 62.1 2010 എഡിഷൻ. അതിനുശേഷം ഏറ്റവും താഴെ കിടക്കുന്ന ഇതൊന്നും വലിയ ആവശ്യമുള്ളതല്ല. ഡാമ്പർ പൊസിഷൻ ക്ലോസ്ഡ്, ഡാമ്പർ ലീക്കേജിൻ്റെ ഒന്നും കൊടുക്കേണ്ട. ഔട്ട്ഡോർ എയർ കാർബൺ ഡയോക്സൈഡ് റേറ്റ് എന്താന്ന് വെച്ചാൽ അത്
കാർബൺ ഡയോക്സൈഡിൻ്റെ റേറ്റ് എത്രയായിരിക്കും? 400 ppm ആണ് അഷറെ സജസ്റ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് എയറിൻ്റെ കാർബൺ ഡയോക്സൈഡ് ലെവലിൻ്റെ കോൺസെൻട്രേഷൻ 400 ppm. അടുത്തത് വെന്റിലേഷൻ എയർ കഴിഞ്ഞാൽ നേരെ താഴോട്ട് വന്ന സെൻട്രൽ കൂളിംഗ്. സപ്ലൈ ടെമ്പറേച്ചർ 12.8 ഡിഗ്രി സെൽഷ്യസ്, അതായത് കൂളിംഗ് കോയിലിൽ നിന്ന് ഉടനെ പുറത്തു വരുന്ന ടെമ്പറേച്ചറാണ് ഈ സപ്ലൈ ടെമ്പറേച്ചർ. സ്റ്റാൻഡേർഡ് മാനുഫാക്ചറർ ഡിസൈൻ ചെയ്തിരിക്കുന്ന 14 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. 12-നും 15-നും ഇടയ്ക്ക് ഏത് വേണോ വരാം. ഇതിപ്പോൾ 14.4 ഡിഗ്രി സെൽഷ്യസ് ആണ് കിടക്കുന്നത്. അതങ്ങനെ കിടക്കട്ടെ. എന്ന് വെച്ചാൽ കൂളിംഗ് കോയിലിൻ്റെ അവിടുന്ന് ഉടനെ ഇമ്മീഡിയറ്റ് ഔട്ട്സൈഡ് വരുന്ന ടെമ്പറേച്ചറാണ് 14.4. അത് പിന്നെ റൂമിൽ എല്ലായിടത്തും സ്പ്രെഡ് ആയതിനു ശേഷം അത് 24 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ നമ്മൾ എത്ര ഡിഗ്രിയിലായിട്ടാണോ AC സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 22 ആണെങ്കിൽ 22-ലോട്ട് അത് അഡ്ജസ്റ്റ് ആവുന്നു, ഇല്ലെങ്കിൽ 24 ആണെങ്കിൽ 24-ലോട്ട് ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതാണ് സപ്ലൈ ടെമ്പറേച്ചർ. സപ്ലൈ ലിറ്റർ പെർ സെക്കൻഡ്. കോയിൽ ബൈപ്പാസ് ഫാക്ടർ അത് നമുക്ക് എത്ര കൊടുക്കാം? 1 കൊടുക്കാം. .01 ആണ് കോയിൽ ബൈപ്പാസ് ഫാക്ടർ. സെൻട്രൽ കൂളിംഗ് other two are used for clean room and healthcare facilities. സപ്ലൈ ടെമ്പറേച്ചർ ഇത് തന്നെ. ഇതിൽ സപ്ലൈ ലിറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, സപ്ലൈ ലിറ്റർ പെർ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. സപ്ലൈ ടെമ്പറേച്ചറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. 14.8 14 ഓക്കെയാണ്. ഓക്കെ, അതിനുശേഷം ADP apparatus dew point temperature, coil bypass factor 0.1 or 0.01. സപ്ലൈ ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് കോയിൽ. സർഫസ് ടെമ്പറേച്ചർ ഓഫ് കൂളിംഗ് കോയിലാണ് ഈ കോയിൽ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞ് കാണിക്കുന്ന. ചിൽഡ് വാട്ടർ സപ്ലൈ, ചിൽഡ് വാട്ടർ റിട്ടേൺ 4 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെ വരാം. കോയിൽ ബൈപ്പാസ് ഫാക്ടർ ഇൻക്രീസസ്, ദെൻ ADP വിൽ ഡിക്രീസ്. ബൈപ്പാസ് ഫാക്ടർ കുറയുകയാണെങ്കിൽ അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കുറയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൂളിംഗ് കോയിൽ ടച്ച് ചെയ്യാതെ പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് കോയിൽ ബൈപ്പാസ് ഫാക്ടർ യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ എയറും കൂളിംഗ് കോയിലിൽ ടച്ച് ചെയ്തല്ല പോകുന്നത്. കോയിൽ ബൈപ്പാസ് ഫാക്ടർ എന്ന് വെച്ചാൽ കൂളിംഗ് കോയിലിൽ ടച്ച് ചെയ്യാതെ കുറച്ച് എയർ തണുക്കാതെ പോകുന്നുണ്ട്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ കോയിൽ ബൈപ്പാസ് ഫാക്ടർ കാണിക്കുന്നത്. കോയിൽ ബൈപ്പാസ് ഫാക്ടർ ഒരുപാട് കൂടുകയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരുപാട് എയർ കൂളിംഗ് കോയിലിൽ ടച്ച് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ADP അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചറും കുറയുന്നു. കൂളിംഗ് കോയിൽ ടച്ച് ചെയ്യാതെ പോകുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ 0.1 to 0.15 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. കോയിൽ ബൈപ്പാസ് ഫാക്ടർ ബെസ്റ്റ് 0.15 ഇടുന്നതാണ് നല്ല. കൂളിംഗ് സോഴ്സ് ഏത് കൂളിംഗ് സോഴ്സ് വെച്ചിട്ട് വേണമെങ്കിൽ കൂൾ ചെയ്യാം. ഷെഡ്യൂൾ ഒന്നും ചെയ്യേണ്ട. കപ്പാസിറ്റി കൺട്രോൾ. സെൻട്രൽ ഹീറ്റിങ്ങിലോട്ട് പോകും. ഇത് ഇനി ആവശ്യമില്ല. സെൻട്രൽ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? കൂളിംഗ് പോലെ തന്നെ ഹീറ്റിംഗ് ഉണ്ട്. സെൻട്രൽ ഹീറ്റിംഗ് അതും വലിയതായിട്ടൊന്നും ചെയ്യേണ്ടില്ല. അതിനുശേഷം ഡക്റ്റ് സിസ്റ്റം, സപ്ലൈ ഫാൻ. ഡക്റ്റിൻ്റെ അകത്ത് നമ്മൾ തെർമൽ ഇൻസുലേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും കുറേ ലോസസ് സംഭവിക്കാം. അതാണ് ഈ ഡക്റ്റ് ഹീറ്റ് ഗെയിൻ, ഡക്റ്റ് ലീക്കേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് യഥാക്രമം 5% എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുക. അത്രയും ഹീറ്റ് ഗെയിനും ഡക്റ്റ് ലീക്കേജും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എത്രത്തോളം നമ്മൾ ഈ നൈട്രൈൽ റബ്ബർ അല്ലെങ്കിൽ പോളി എൽഫൻ പോലത്തെ മെറ്റീരിയൽ വെച്ച് തെർമൽ ഇൻസുലേഷൻ കൊടുത്താലും ഔട്ട്സൈഡ് എയർ കൂടുതലും ഇൻസൈഡ് എയർ കുറവായതുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ ഇൻഫിൽട്രേഷൻ സംഭവിച്ച് ഡക്റ്റിന് പുറത്ത് ഇത് വേപ്പറൈസേഷൻ സംഭവിക്കാം, വേപ്പർ കടന്നുകൂടാം. അതാണ് ഈ ഒരു ഡേറ്റാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ലീക്കേജ് ഡക്റ്റ് ഹീറ്റ് ഗെയിൻ സംഭവിക്കാം 5% ഇട്ടാൽ മതി. അതിനുശേഷം ഡക്റ്റഡ് റിട്ടേൺ ആണോ എന്ന് നോക്കും. ഡക്റ്റഡ് റിട്ടേൺ ആണെങ്കിൽ അത് കൊടുക്കുക. റിട്ടേൺ എയർ പ്ലീനം വരെയാണെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, കാരണം ഈ ഡക്റ്റസ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ ജോയിന്റ് വഴിയാണ്. അതുകൊണ്ട് എങ്ങനെയായാലും എയർ വെച്ച് കോണ്ടാക്ട് വന്ന് അവിടെ ഇത് സംഭവിക്കും. പ്രഷർ ബിലോ ദ ഫോൾ സീലിംഗ് ഈസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ദ പ്രഷർ അബോവ് ദ
ഫോൾ സീലിംഗ്. പ്രഷർ സോൾട്ട് സീലിംഗിന് എബോ ഉള്ള പ്രഷർ കൂടുതലും താഴെയുള്ള പ്രഷർ കുറവുമായിരിക്കും. നോൺ ഡക്റ്റഡ് റിട്ടേൺ. നോൺ ഡക്റ്റഡ് റിട്ടേൺ കൊടുക്കുകയാണെങ്കിൽ മാത്രം നമ്മളിവിടെ വാല്യൂസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നോർമലി ഡക്റ്റഡ് റിട്ടേൺസ് തന്നെയായിരിക്കും. അതിന് ശേഷം വരുന്ന റിട്ടേൺ എയർ വയ ഡക്റ്റഡ് റിട്ടേൺ. നോ നീഡ് ടു പുട്ട് ഇൻ ദ ഡക്റ്റഡ് റിട്ടേൺ. ഓൺലി പുട്ട് വാല്യൂസ് ഈസ് റിട്ടേൺ എയർപ്ലെയിനും. റിട്ടേൺ എയർപ്ലെയിനും ആണെങ്കിൽ മാത്രമേ ഇവിടെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നോർമലി ഡക്റ്റഡ് റിട്ടേൺ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം സോൺ കമ്പോണൻസിലേക്ക് പോകുന്നു. സോൺ കമ്പോണൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ സോൺ 1 ഉള്ളൂ. സോൺ 1 നമുക്കിപ്പോൾ ഒരു സോൺ ഇട്ട് കൊടുക്കും, ഫാബ് TR1. പിന്നെ ഇത് ക്ലിക്ക് ചെയ്താൽ ആഡായി പോകും. റിമൂവ് ചെയ്താൽ ഒന്നേന്ന് ആഡ് ചെയ്യാം. ആഡ്. ഓക്കെ. ഇതെന്ന് വെച്ചാൽ സോൺ കമ്പോണൻസ്, സ്പേസസ്, തെർമോസ്റ്റാറ്റ്, സപ്ലൈ ടെർമിനൽസ്, ഈ 3 ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. CAV സിംഗിൾ സോൺ ആണെങ്കിൽ ഒറ്റ സോണേ ഉള്ളൂ, അതുകൊണ്ടാണ് സോൺ 1 എന്ന് കാണിക്കുന്നത്. CAV മൾട്ടി സോൺ ആണെങ്കിൽ ഇതിപ്പോൾ സോൺ 1, 2, 3 എന്നാണ് പറഞ്ഞ് കിടക്കും. ഓക്കെ. സോൺ 1ൻ്റെ അകത്ത് ഏതൊക്കെ സ്പേസസ് വരുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. സിംഗിൾ സോൺ നമ്പർ ഓഫ് സോൺസ് 1. സോൺ 1 ഓഫ് 1 പാൻട്രി സ്പേസസ് പാൻട്രി ക്ലിക്ക് മൗസ് ബട്ടൺ തെർമോസ്റ്റാറ്റ് ആൻഡ് സോൺ ഡാറ്റ. തെർമോസ്റ്റാറ്റ് എടുക്കുക. തെർമോസ്റ്റാറ്റ് ആൻഡ് സോൺ ഡാറ്റ കണ്ടു. ഓൾ സോൺ തെർമോസ്റ്റാറ്റ് അറ്റ് ദ സെയിം. എല്ലാ തെർമോസ്റ്റാറ്റും ഒരേ ടെമ്പറേച്ചർ സെറ്റിങ്ങിലാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അൺചെക്ക് ചെയ്യുക. അപ്പോൾ ഓരോ സോണും എത്ര ടെമ്പറേച്ചറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ എല്ലാ സോണിലെ തെർമോസ്റ്റാറ്റ് ഒരേ ടെമ്പറേച്ചറിലാണ്, അപ്പോൾ അത് ടിക്ക് ചെയ്യുക. ഓക്കെ. ഓൾ സോൺസ് മീൻസ് ഓൾ ദ സോൺസ് ആർ സെറ്റ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. ഇഫ് വി ആർ അൺചെക്കിങ് ഓരോ സോൺസിനും ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റിംഗ് ചേഞ്ച് ചെയ്യാം. ഈ കൂളിംഗ് T സ്റ്റാറ്റ്, ഹീറ്റിംഗ് T സ്റ്റാറ്റിൽ. നോർമലി ആപ്പ് ഈസ് പ്രീസെറ്റ് അറ്റ് കംഫർട്ട് എയർ കണ്ടീഷനിങ് AC കണ്ടീഷൻ. അതായത് 24 ഡിഗ്രി സെൽഷ്യസ്, 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് സ്റ്റാൻഡേർഡ് കംഫർട്ട് എയർ കണ്ടീഷൻ. അടുത്തത് കൂളിംഗ് T സ്റ്റാറ്റ് സെറ്റ് പോയിന്റ്, ഹീറ്റിംഗ് T സ്റ്റാറ്റ് സെറ്റ് പോയിന്റ്. ഒക്കുപ്പൈഡ്, അൺഒക്കുപ്പൈഡ് എന്ന് പറഞ്ഞ 2 കണ്ടീഷനുണ്ട്. ആൾക്കാരുള്ളത് ഒക്കുപ്പൈഡ്, ഇല്ലാത്തത് അൺഒക്കുപ്പൈഡ്. എനി ഷെഡ്യൂൾസ് ആർ ഹാവിംഗ് ദ സെയിം നെയിം. ഹാപ്പിൽ ഷെഡ്യൂൾസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏതെങ്കിലും ഷെഡ്യൂളിന് ഒരേ പേരുണ്ടെങ്കിൽ എറർ കാണിക്കും. ഇപ്പം വേറെ പ്രൊജക്ടറിന്റെ ഒരു തെർമോസ്റ്റാറ്റിന് നമ്മൾ ഇതേ നെയിമാണ് ഇട്ട് കൊടുക്കുന്നത്, FAB TR1 T സ്റ്റാറ്റ് എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 എണ്ണം ഒരേപോലെ സെൻസ് ചെയ്യുന്നതോടുകൂടി ആപ്പ് സോഫ്റ്റ്വെയർ എറർ കാണിക്കും. പേര് മാറ്റിയാൽ പിന്നെ എറർ മാറും. തെർമോസ്റ്റാറ്റിന് നമുക്ക് ഓരോ ഷെഡ്യൂൾ ഇട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് അതിലോട്ട് വരാം. അതിന് മുമ്പ് ഇത് നോക്കുക. തെർമോസ്റ്റാറ്റ് ഷെഡ്യൂൾ, ഫാൻ തെർമോസ്റ്റാറ്റ് അവർലി പ്രൊഫൈൽ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കുന്നു. ഒക്കുപ്പൈഡ് 4, 5 മണി, 6 മണിയല്ല അൺഒക്കുപ്പൈഡ്, ആളില്ലാത്ത സമയം. ഓക്കെ കൊടുക്കുക. അതിനുശേഷം എന്താണ് കൂളിംഗ് T സ്റ്റാറ്റ് തെർമോസ്റ്റാറ്റ് സെറ്റ് പോയിന്റ്സ്. ആളുള്ള സമയത്ത് 23.9 അത് ഓഫ് ആവണം. അതേസമയം ആളില്ലാത്ത സമയത്ത് 20.7 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ അത് ഓൺ ആവുകയും വേണം. ഹീറ്റിംഗ് തെർമോസ്റ്റാറ്റ് സെറ്റ് പോയിന്റ് 21.71 ഡിഗ്രി സെൽഷ്യസ്, അൺഒക്കുപ്പൈഡ് 18.3 ഡിഗ്രി സെൽഷ്യസ്. ത്രോട്ടിലിംഗ് റേഞ്ച് 0.83 കെൽവിൻ, 23.17. ഇതെങ്ങനെയാന്ന് വെച്ചാൽ 24 മൈനസ് 0.83 കാൽക്കുലേറ്റർ എടുക്കുക. 24 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. മൈനസ് 0.83 പ്ലസ് 273 മൈനസ് 273 കട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അത്ര കിട്ടും 23.17. 23.17 ഡിഗ്രി സെൽഷ്യസിലാണ് മെഷീൻ കട്ട് ഓഫ് ആവുന്നത്. അതിനുശേഷം ടെമ്പറേച്ചർ 24.83 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ മെഷീൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ത്രോട്ടിലിംഗ് റേഞ്ച്.
ത്രോട്ടിലിംഗ് റേഞ്ച് 0.83ക്കും 1നും ഇടയ്ക്ക് വരാം. നമുക്കിപ്പോൾ 1 ഇട്ട് കൊടുക്കാം. ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ടു ലോ, ദാറ്റ് ഈസ് 0.1 കെൽവിൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കണക്ക് നേരെ ഈ 0.83 എന്നുള്ളത് നേരെ ചേഞ്ച് ആവും. 24 മൈനസ് 0.1 23.9 ആകുമ്പോൾ തന്നെ മെഷീൻ ഓഫ് ആവും. അതേപോലെ 24 മൈനസ് 0.1 അത് കണ്ടു. അടുത്തത് 23.9 ആകുമ്പോൾ ഇത് മെഷീൻ ഓഫ് ആവും. അതേസമയം 24 പ്ലസ് 0.1 24.1 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ ഉടനെ മെഷീൻ ഓൺ ആവുകയും ചെയ്യും. അങ്ങനെ ഓൺ ഓഫ് സൈക്കിൾ ഭയങ്കര ഷോർട്ടായി പോകും. അത് മെഷീൻ കേടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോങ് വാല്യൂ ഇട്ട് കൊടുക്കുക. ഒന്നിൽ എന്തോ ഇട്ട് കൊടുക്കും, 0.83 ഇട്ട് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ടി സ്റ്റാറ്റ് ത്രോട്ടിലിംഗ് റേഞ്ച് 1 ഇട്ട് കൊടുക്കാം. അടുത്തത് ഡൈവേഴ്സിറ്റി ഫാക്ടർ 100% ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇട്ട് കൊടുക്കാം. അതായത് എല്ലാ തരത്തിലുള്ള ഹീറ്റ് ഗെയിൻസ്, ഏതൊക്കെ വഴി കൂടെ ഹീറ്റ് ഗെയിൻസ് സംഭവിക്കാമോ അതെല്ലാം ഇട്ട് കൊടുക്കാം. ഡക്റ്റിലൂടെ മറ്റ് സാധ്യതകളിലൂടെ ഒക്കെ എങ്ങനെ ഹീറ്റ് ഉള്ളിലോട്ട് കണ്ടക്ട് ചെയ്യാം, അതിനെയാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ 100% ഇട്ട് കൊടുക്കുന്നത്. ഡയറക്റ്റ് എക്സോസ്റ്റ് എയർ ഫ്ലോ, ഡയറക്റ്റ് എക്സോസ്റ്റ് ഫാൻ കിലോ വാട്ട്, അതിൻ്റെ ആവശ്യമില്ല, നോട്ട് റിക്വയർഡ്. ഇത് തെർമോസ്റ്റാറ്റ് ഷെഡ്യൂൾ, തെർമോസ്റ്റാറ്റ് എത്ര അവറിൽ പ്രവർത്തിക്കുന്നു, അസൈൻമെന്റ് ഏതൊക്കെ ദിവസം നമ്മൾ കണ്ട ലൈറ്റിങ്ങിനും പവറിനൊക്കെ ഉള്ള ഷെഡ്യൂൾ കൊടുത്ത പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ കൂടെ 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന് ആളുള്ള കണ്ടീഷൻ, ആളില്ലാത്ത കണ്ടീഷൻ. 9 തൊട്ട് 5 മണി വരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത്രയും നേരം തെർമോസ്റ്റാറ്റ് ഓൺ ആയിരിക്കും, അല്ലാത്ത സമയത്തെല്ലാം ഓഫ് ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ എടുക്കുക. ഡൈവേഴ്സിറ്റി ഫാക്ടറും കണ്ടു. അടുത്തത് സൈസിങ് ഡാറ്റ. ഇതിലിപ്പോൾ സ്പേസ് കണ്ടു, തെർമോസ്റ്റാറ്റ് കണ്ടു, സപ്ലൈ ടെർമിനൽസ് കണ്ടു. സപ്ലൈ ടെർമിനൽസ് കണ്ടില്ല. ഓൾ സോൺസ് അറ്റ് സെയിം ടെമ്പറേച്ചർ, ഡിഫ്യൂസർ വിത്ത് റീഹീറ്റ്, മിനിമം എയർ ഫ്ലോ ഇത്രയും ലിറ്റർ പെർ സെക്കൻഡ്, ഇത്രേ ഉള്ളൂ. സപ്ലൈ ടെർമിനൽസ് വലിയ പ്രധാനമുള്ളതല്ല, ഇത്രയൊക്കെ മതി. സൈസിങ് ഡേറ്റയിലാണ് ഇപ്പോൾ. സൈസിങ് ഡേറ്റ വന്നിട്ട് സൈസിങ്, സിസ്റ്റം സൈസിങ് ഉണ്ട്, സോൺ സൈസിങ് ഉണ്ട്. സൈസിങ് ഡേറ്റ ഈസ് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഓർ യൂസർ ഡിഫൈൻഡ്. യൂസർ ഡിഫൈൻഡ് ആകുമ്പോൾ ഓരോന്നിനും ഈ സൈസിങ് ഡേറ്റ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആകുമ്പോൾ ഇത് മാറ്റാൻ പറ്റൂല. വി ക്യാൻ ചേഞ്ച് ദ വാല്യൂസ് ലൈക്ക് കൂളിംഗ്, സപ്ലൈ ടെമ്പറേച്ചർ, സപ്ലൈ എയർ ഫ്ലോ റേറ്റ്, വെന്റിലേഷൻ AFR കൺസിഡേർഡ് അക്കോർഡിംഗ് ടു ദ AC മെഷീൻ. നമ്മൾ ഉപയോഗിക്കുന്ന AC മെഷീൻ അനുസരിച്ച് സിസ്റ്റം സൈസിങ് ഡേറ്റ നമുക്ക് ഡിസൈൻ ചെയ്യാം. സേഫ്റ്റി ഫാക്ടേഴ്സ് നോക്കുക. ഈ കാണുന്ന കൂളിംഗ് സെൻസിബിൾ സാധാരണ നമ്മൾ 15% ഇട്ട് കൊടുക്കുന്നത്, 15. കൂളിംഗ് ലേറ്റന്റ് 5%, ഹീറ്റിംഗ് 5%. സേഫ്റ്റി ഫാക്ടർ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ലാസ്റ്റ് റിപ്പോർട്ടിൽ എന്തെങ്കിലും അനോമലീസ് സംഭവിക്കുകയാണെങ്കിൽ സേഫ്റ്റി ഫാക്ടേഴ്സ് അത് അഡ്ജസ്റ്റ് ആക്കിക്കോളും. കൂളിംഗ് സെൻസിബിൾ 15%, കൂളിംഗ് ലേറ്റന്റ് 5%, ഹീറ്റിംഗ് 5%. അതാണ് ഒരു സ്റ്റാൻഡേർഡ് രീതി. ഹൈഡ്രോണിക് സൈസിങ് അത് എന്താണ്? ചിൽഡ് വാട്ടർ ഒക്കെ വരുമ്പോഴാണ്. ചിൽഡ് വാട്ടറിന്റെ ഡെൽറ്റ ടി 5.6 കെൽവിനിൽ വരുന്നു. ഹോട്ട് വാട്ടർ ഡെൽറ്റ ടി 11.1 കെൽവിനിൽ വരുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം എക്യുപ്മെന്റിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. എക്യുപ്മെന്റ് വേറെ AC മെഷീൻ ആണെങ്കിൽ എക്യുപ്മെന്റിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരുള്ളൂ. ഇത്രയും മതി ആപ്പ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ. അതാണ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. സിസ്റ്റം കമ്പോണൻസ്, വെന്റിലേഷൻ എയർ കണ്ടു, സെൻട്രൽ കൂളിംഗ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കണ്ടു, സപ്ലൈ ടെമ്പറേച്ചർ എത്ര, കോയിൽ ബൈപ്പാസ് ഫാക്ടർ എങ്ങനെ, എന്താണ്, കൂളിംഗ് സോഴ്സ് അത് കണ്ടു. ഇത്രയേ ഉള്ളൂ. സെൻട്രൽ കൂളിംഗ് ടെമ്പറേച്ചർ എത്ര എന്ന് കൊടുക്കുക, ബൈപ്പാസ് ഫാക്ടർ, സെൻട്രൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ എയർ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, സപ്ലൈ ഫാന് വേണമെന്നില്ല, ഡക്റ്റ് സിസ്റ്റം 5% ഇട്ട് കൊടുക്കുക, ഡക്റ്റ് ഇട്ട് കൊടുക്കുക, സോൺ കമ്പോണൻസ്. മൾട്ടി സോൺ ഒക്കെ വരുമ്പോഴേ ഇവിടെ എന്തായാലും വ്യത്യാസം വരുള്ളൂ. സ്പേസസ്, തെർമോസ്റ്റാറ്റ്, സോൺ കമ്പോണൻസ്, തെർമോസ്റ്റാറ്റ്, അതിൻ്റെ അകത്ത് ഓൾ ടി സ്റ്റാറ്റ് സെയിം ടെമ്പറേച്ചർ ആണ്, അത് ചെക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ അൺചെക്ക് ചെയ്യുക. കൂളിംഗ് ടി സ്റ്റാറ്റ്, ഹീറ്റിംഗ് ടി സ്റ്റാറ്റ് എത്ര ഇട്ട് കൊടുക്കുക. 23.9 ഓഫ് ആവും, 26.7 ഓൺ ആവും. ഹീറ്റിംഗ് ആണെങ്കിൽ 21.1 ഓഫ് ആവും, 18.3 ഓൺ ആവും.
ത്രോട്ടിലിംഗ് റേഞ്ച് 0.83 മുതൽ 1 കെൽവിൻ വരെ വരാം. ഡൈവേഴ്സിറ്റി ഫാക്ടർ 100% കൺസിഡർ ചെയ്യുന്നു. ഇത് രണ്ടും നോട്ട് റിക്വയർഡ്. തെർമോസ്റ്റാറ്റ് ഷെഡ്യൂൾ അസൈൻ ചെയ്ത് കൊടുക്കുക. സപ്ലൈ ടെർമിനൽസിൻ്റെ അകത്തും വലുതായിട്ടൊന്നും നമുക്ക് ചെയ്യേണ്ടതില്ല. ഡിഫ്യൂസർ വിത്ത് റീഹീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. സൈസിങ് ഡാറ്റ ഇതിൽ ഈ സേഫ്റ്റി ഫാക്ടേഴ്സ് മാത്രം ഇട്ട് കൊടുക്കുക. സോൺ സൈസിങ് ആണെങ്കിൽ ഏതൊക്കെ സോൺസിന് നമുക്ക് ഇൻഡിവിജ്വലി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. സിസ്റ്റം സൈസിങ് കമ്പ്യൂട്ടർ ജനറേറ്റർ ഇട്ട് കൊടുക്കുക. ഇവിടെ പ്രധാന സേഫ്റ്റി ഫാക്ടേഴ്സ് കൂളിംഗ് സെൻസിബിൾ, കൂളിംഗ് ലാറ്റൻറ്റ്, ഹീറ്റിംഗ് 15, 5, 5, ചിൽഡ് വാട്ടർ ലാറ്റൻറ്റ് 5.6, 11.1 ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത ഫാബ് ട്രെയിനിങ് റൂം 1 റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് ആൻഡ് വ്യൂ ഡിസൈൻ റിസൾട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഏതൊക്കെ ഉണ്ട്? സിസ്റ്റം ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, സോൺ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, സ്പേസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അവർലി സോണും വേണ്ട, അത് ഒരുപാട് ബിഗ് ആയിപ്പോൾ നമ്മുടെ റിപ്പോർട്ട്. പ്രിന്റ് കൊടുക്കുക, പ്രിവ്യൂ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഹാപ്പ് റിപ്പോർട്ട്. ഫാബ് ട്രെയിനിങ് റൂം 1 AC പ്ലസ് ഫ്രഷ് എയർ, ചിൽഡ് വാട്ടർ AHU സിസ്റ്റം ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സിംഗിൾ സോൺ ആണ്, കോൺസ്റ്റന്റ് എയർ വോളിയം സിസ്റ്റം ആണ്. നമ്പർ ഓഫ് സോൺസ് ഒന്നേ വരുള്ളൂ, സിംഗിൾ സോൺ ആയതുകൊണ്ട്. ഫ്ലോറിന്റെ ഏരിയ 77.8 മീറ്റർ സ്ക്വയർ. ലൊക്കേഷൻ അബുദാബി. കാൽക്കുലേഷൻ മന്ത് ജാനുവരി ടു ഡിസംബർ. സൈസിങ് ഡേറ്റ കാൽക്കുലേറ്റഡ് ആണ്. സോൺ ലിറ്റർ പെർ സെക്കൻഡ് സൈസിങ്. സമോസ് സ്പേസ് എയർ ഫ്ലോ റേറ്റ്സ്. ഇൻഡിവിജ്വൽ പീക്ക് സ്പേസ് ലോഡ്സ് വെച്ചിട്ടാണ് സ്പേസിന്റെ സൈസിങ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പ്രധാന ഭാഗം. സെൻട്രൽ കൂളിംഗ് സൈസിങ് ഡേറ്റ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ അപ്പുറത്തുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. TC ടോട്ടൽ കോയിൽ ലോഡ് 15.6 കിലോ വാട്ട് വരും. അതിൽ തന്നെ സെൻസിബിൾ 14.3 സെൻസിബിൾ, ബാക്കി ലേറ്റൻറ്റ്. ഇതിപ്പോൾ സിംഗിൾ സോൺ ആയതുകൊണ്ട് മൂന്നും സെയിം ആയിരിക്കും. ഈ 3 വാല്യൂസും സെയിം ആയിരിക്കും. കോയിൽ ലോഡ് മാക്സ് ബ്ലോക്ക് ലിറ്റർ പെർ സെക്കൻഡ്. സം ഓഫ് പീക്സ് ഓൺ ലിറ്റർ പെർ സെക്കൻഡ്. സെയിം എയർ ഫ്ലോ റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 940 ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇത്രയും മതി നമുക്ക് ഡിസൈൻ ചെയ്യാം. ബാക്കിയുള്ളത് അതിൻ്റെ കൂടെ ഹീറ്റ് എത്രയൊക്കെ വരുന്നു എന്നറിയാനാണ് താഴോട്ട് പോകുമ്പോൾ. സെൻട്രൽ ഹീറ്റിംഗ് കോയിൽ സൈസിങ് ഡാറ്റ. മാക്സ് കോയിൽ 3 കിലോ വാട്ട് ആണ്. സപ്ലൈ ഫാൻ 914 ലിറ്റർ പെർ സെക്കൻഡ് സപ്ലൈ ചെയ്യണം. ഔട്ട്ഡോർ വെന്റിലേഷനും കൂടെ നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അതും വന്നിട്ടുണ്ട്. 107 ലിറ്റർ പെർ സെക്കൻഡ് വെന്റിലേഷൻ കൊടുക്കണം. ഓക്കെ. താഴോട്ട് പോവാം. കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുമല്ലോ. മാക്സിമം ഏത് മാസത്താണ് വരുന്നത്? ജൂണിൽ 6 മണിക്കാണ് ഏറ്റവും കൂടുതൽ പീക്ക് ലോഡ് വരുന്നത്. ജാൻ ടു ഡിസംബറിൽ, ജൂണിൽ. അതിനുശേഷം താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ സ്പേസസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതൊരു എയർ സിസ്റ്റം ഡിസൈൻ കൂളിങ്ങും ഡിസൈൻ ഹീറ്റിങ്ങും തന്നിട്ടുണ്ട്. വാള വിൻഡോസ് സ്കൈലൈറ്റിൽ 37 മീറ്റർ സ്ക്വയർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വിൻഡോസ് കാരണം വരും. വിൻഡോസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. വിൻഡോ വഴി തന്നെ 2690 വാട്ട് സെൻസിബിൾ വരുന്നുണ്ട്. വാള റൂഫ് വഴി അത്രയൊന്നും വരുന്നില്ല. വിൻഡോ വഴിയുള്ളതാണ് ഈ കാണുന്നത്. ഇത്രയും വരും. ഓക്കെ. മെയിൻ ഹാപ്പ് റിപ്പോർട്ട്. നമുക്ക് എങ്ങനെ ഹാപ്പ് റിപ്പോർട്ട് കമ്പൈൻ ചെയ്യാൻ നോക്കാം. ഓക്കെ. പിന്നെ ഏറ്റവും താഴോട്ട് വരുമ്പോൾ എക്സ്പോഷർ കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ഹീറ്റ് വരാമെന്നോ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേസസിൽ ഏതൊക്കെ വഴിയിൽ നിന്ന് ഹീറ്റ് വരാം എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹാപ്പ് റിപ്പോർട്ട് റീഡ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ കണ്ടു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് 2 ഹാപ്പ് റിപ്പോർട്ട് കമ്പൈൻ ചെയ്യണം. 2 സ്പേസസിൻ്റെ. ഇപ്പോൾ ഈ കമ്പൈൻഡ് ഹാപ്പ് റിപ്പോർട്ട് എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ പാൻട്രിയും ട്രെയിനിങ് റൂമും കൂടെ കമ്പൈൻ ചെയ്യാം. പാൻട്രി AC ഉള്ളിയും ട്രെയിനിങ് റൂം AC ഉള്ളിയും കമ്പൈൻ ചെയ്യാം. അതിനെന്ത് ചെയ്യണം? പാൻട്രി എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. പാൻട്രി AC ഉള്ളി, ട്രെയിനിങ് റൂം 1 AC only
രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണം. ഗോ ടു സോൺ കമ്പോണൻസ്. എന്നിട്ട് ഇപ്പോൾ പാൻട്രി AC ഉള്ളി, അടുത്ത് FAB AC ഉള്ളി, അതും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിൻ്റെ സോണിൽ നമ്മൾ രണ്ടും ആഡ് ചെയ്തു. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അതാണ്ട് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഹാപ്പ് റിപ്പോർട്ടാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. പ്രിന്റ് ആൻഡ് വ്യൂ, പ്രിവ്യൂ. ഇതാണ്ട സിസ്റ്റം, പാൻട്രി AC ഉള്ളി, ട്രെയിനിങ് റൂം AC ഉള്ളി, രണ്ടും കൂടെ വന്നിട്ടുണ്ട്. 17.3 കിലോവാട്ട് രണ്ടിനും കൂടെ ചേർന്ന് വരുന്നുണ്ട്. ഓക്കെ, അതാണ് ആപ്പ് റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ്. മൾട്ടി സോൺ, ട്രെയിനിങ് റൂം അങ്ങനെ കാണിക്കുന്നു. സോൺ 1 ട്രെയിനിങ് റൂം, പാൻട്രി. സോൺ 2, സോൺ 3 ട്രെയിനിങ് റൂം 1 പാൻട്രി. തെർമോസ്റ്റാറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോൺ 2 24 ഓൾ സോൺസ് തെർമോസ്റ്റാറ്റ്. റിസൾട്ട്സ് ബിഗ് സോൺ ആപ്പ്. ഇത്രേ ഉള്ളൂ ആപ്പ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട്. ഇത്രേ ഉള്ളൂ നമുക്ക് എല്ലാം കൂടെ വരുന്നത്. ഇനിയുള്ള കാര്യം എന്ന് വെച്ചാൽ സ്പേസസിൽ ഫാബ് ട്രെയിനിങ് റൂം 1-ൽ ഈ കാണുന്ന ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. വാള്, വിൻഡോ, ഡോറ്, റൂഫ്, സ്കൈലൈറ്റ്, ഇൻഫിൽട്രേഷൻ, ഫ്ലോർ, പാർട്ടീഷൻ. ഇതാണ് മെജോറിറ്റി ഓഫ് ഹീറ്റ് റൂമിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാവുന്നത്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ AC അണ്ടർ സൈസ്ഡ് ആയി പോകും. ആവശ്യത്തിന് കപ്പാസിറ്റി ടൺ ഓഫ് റെഫ്രിജറേഷൻ ഉള്ള AC നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഇത്തിരി കാൽക്കുലേഷൻ വേണ്ട കാര്യമാണ്. വാള് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഡിസൈൻ ചെയ്യണം. വാള് സെലക്ട് ചെയ്യുക, പിന്നെ അതുപോലെ ക്രിയേറ്റീവ് ന്യൂ വാള് അങ്ങനെ സെലക്ട് ചെയ്യുക വാള്, പിന്നെ അതുപോലെ എന്നിട്ടാണ് ചെയ്യേണ്ടത്. റൂഫ്, സ്കൈലൈറ്റ് കൺസിഡർ ചെയ്യണം, ഇൻഫിൽട്രേഷൻ, ഇപ്പം ഫ്ലോർ എങ്ങനെ സെലക്ട് ചെയ്യണം, പാർട്ടീഷൻ എങ്ങനെ സെലക്ട് ചെയ്യണം, അതും കൂടെ കൊടുക്കട്ടെ. നമുക്ക് സിസ്റ്റത്തിൽ പോയിട്ട് ആപ്പ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ ഗൈസ്.